കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോയല്ലേ പറ്റൂ. എന്താ പോവാത്തെ? ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേ. ഞാനിവിടെ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്നോളാം. നിങ്ങളെന്താ ഹണിമൂണിന്റെ ചടങ്ങൊന്നും നോക്കാത്തെ? ഹണിമൂൺ ചടങ്ങോ? ആരാ നിനക്കിതൊക്കെ പറഞ്ഞു തന്നത്? എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോകുന്നൊക്കെ അതൊരു ചടങ്ങ് തന്നെയല്ലേ. അതാ ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നെ. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ എന്നെ വഴക്കു പറയുമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് പോവാത്തതെന്താ? അച്ഛനും പിന്നെ നീയും ഹണിമൂണിന് പോയേ പറ്റൂ. നീ ചെറിയ കുട്ടിയാ. വയസ്സിന് ചേരാത്ത പോലെ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. എന്നെ വഴക്കു പറയണ്ട. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളും അച്ഛനും ഒന്നും ഇതിന് പോവാത്തത്? നമ്മൾ എവിടെ പോയാലും 3 പേരും ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഗണേശ ചൗതിക്കും ദസറയ്ക്കും ഒക്കെ നിനക്ക് ഹോളിഡേസ് ഉണ്ടാവില്ലേ? ആ സമയത്ത് പോവാം നമുക്ക്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അച്ഛനും പിന്നെ സീതമ്മയും ഹണിമൂണിന് പോയേ പറ്റൂ. എന്തിനാ നീ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നേ? ഇതൊക്കെ ഞാനും അച്ഛനും കൂടെ ഡിസൈഡ് ചെയ്തോളാം. പക്ഷെ ഓർത്തു വെച്ചോ, നീ ഇല്ലാതെ ഞങ്ങൾ രണ്ടാളും എവിടെയും പോവില്ല. നിങ്ങൾ രണ്ടുപേരും എന്ത് ഡിസൈഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഹണിമൂണിന് പോയേ പറ്റൂ. സിഹി, എന്തു പറ്റി ഇവൾക്ക്? എന്താ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? താക്കോലിനി ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണൂ. കൊള്ളാലോ. സീത ഇനി വീടിന്റെ താക്കോല് ഈ കിളവയുടെ കൈ കൊടുത്തു കാണൂ. പക്ഷെ എന്ത് കാര്യം? ചോദിച്ച ഇവരൊന്നും പറയില്ല. എന്ത് ചെയ്യും? ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാം. ഈ വീടിന്റെ ഫോട്ടോ എടുത്ത് വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം. 50-60 ലക്ഷം രൂപ കൈ വരുമെന്ന്. അത് വിടാൻ പറ്റുമോ? സീതയോട് ഇതിന്റെ കാര്യമൊന്നും പറയണ്ട. അങ്ങനെ ചെയ്യാം. എന്താ ചെയ്യുന്നത് സുലോചന? അയ്യോ മുത്തശ്ശി, ഇവിടെ നിന്ന് സെൽഫി എടുത്തോണ്ടിരിക്കുവായിരുന്നു. കണ്ടോ സീതേ, നിന്റെ വീടിന്റെ മുമ്പിലാണെന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഫോട്ടോ അയക്കാൻ വേണ്ടിയായിരുന്നു. എടുത്തിട്ട് വരാവേ. അയ്യോ മുത്തശ്ശി, എന്തിനാ നിങ്ങൾ കൊണ്ടുവന്നേ? ഞാൻ വരുമായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, വീട്ടില് നല്ല മുറുക്കും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഫി കുടിച്ചോണ്ട് അതും കഴിക്കാം. വാ. ഓ, മഴക്കാലം അല്ലേ, നല്ലതാ. കോഫിയും കുടിച്ചിട്ട് അതും കഴിക്കാം. എന്റെ ചേട്ടന് മുറുക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കി കാണൂ. 2 പാത്രത്തിൽ എടുത്തു തരാൻ എങ്ങനെയാ പറയുന്നേ? അയ്യോ, അവിടെ ഇപ്പൊ മുറുക്ക് കഴിക്കാൻ ആരാ ഉള്ളത്? നിനക്കും എടുത്തു തരാം. വാ. ഭാഗ്യം ഈ കിളവിക്കൊന്നും മനസ്സിലായില്ല. കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. നീ കാരണം തന്നെയാ നിന്റെ അച്ഛനും അമ്മയും ഹണിമൂണിനൊന്നും പോവാത്തത്. കല്യാണം കഴിഞ്ഞവര് ഈ സമയത്ത് എത്ര സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ട് വരുമെന്നറിയോ? അവർക്കേ നിന്നെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാൻ പേടിയാ. കാരണം എന്താ? നീയും ഈ വീട്ടിൽ പുതിയതല്ലേ. അതുകൊണ്ട് ഞാൻ എങ്ങനെ എന്റെ മോളെ വിട്ടു പോകുമെന്ന് ആലോചിക്കായിരിക്കും സീത. പാവം. ഞാൻ പറഞ്ഞതാ ഹണിമൂണിന് പോയിക്കോ എന്ന്. അപ്പൊ സീതമ്മ പറഞ്ഞു, ഞാനില്ലെങ്കിൽ അവർക്ക് വിഷമാവും, ഞാനില്ലാതെ അവരെങ്ങോട്ടും പോവില്ല എന്ന്. ആണോ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാവില്ല. അവർക്ക് ചിലപ്പോ നിന്നോട് ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള മടിയായിരിക്കും. ഇപ്പോ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഡയറക്റ്റ് ആയിട്ട് പറയോ? സിഹിമോള് പറയോ അങ്ങനെ? ഇല്ലല്ലോ. അതുപോലെ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ കൂടെ ഉള്ളപ്പോഴും അച്ഛനും അമ്മയും സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതൊക്കെ സിഹിമോൾക്ക് തോന്നുന്നതാ. ദാ നോക്ക്, മുമ്പിൽ നിന്ന് സിഹിമോളല്ല കല്യാണം നടത്തിയത്. പക്ഷേ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കിയോ? നിനക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ അച്ഛനോടും അതുപോലെ അമ്മയോടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് അർത്ഥം. എനിക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഡോണ്ട് വെറി ഡാർലിംഗ്. നിനക്ക് ഈ ആന്റി ഉണ്ടല്ലോ,
ഞാൻ മനസ്സിലാക്കി തരാം. അച്ഛനും അമ്മ ഹാപ്പി ആയിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അനാഥാശ്രമത്തിലേക്ക് പോയാ മതിയോ? അന്ന് തന്നെ ഞാൻ മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞതാ, അവര് വേണ്ട എന്ന് പറഞ്ഞു. ചിച്ചി, ഞങ്ങളൊക്കെ ഇവിടെയുള്ളപ്പോ നിന്നെ അനാഥാലയത്തിൽ വിടാനോ? അതൊന്നും വേണ്ട. സിഹി, നിന്റെ അച്ഛനും അമ്മയും സന്തോഷായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറ. അച്ഛനും അമ്മ ഹാപ്പി ആയിരിക്കുവാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ദാറ്റ്സ് ലൈക്ക് മൈ ലിറ്റിൽ ഏഞ്ചൽ. മോൾ ഇത്ര മാത്രം ചെയ്താ മതി. ഇപ്പൊ സിഹി മോള് പഠിക്കുന്നില്ലേ? ആ സ്കൂൾ എനിക്ക് വേണ്ട, എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കണോന്നും പറഞ്ഞ് അച്ഛനോടും അമ്മോടും വാശി പിടിക്കണം. ബോർഡിംഗ് സ്കൂളില് മോൾക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. എത്ര ഫ്രണ്ട്സിനെ കിട്ടുമെന്നറിയോ മോക്ക്? അപ്പോ സിഹിമോളും ഹാപ്പി ആയിരിക്കും, സിഹിമോളുടെ അച്ഛനും അമ്മയും ഹാപ്പി ആയിരിക്കും. എന്തു പറയുന്നു? ബോർഡിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ എന്താ? അതെന്താന്ന് എനിക്ക് അറിയേയില്ല. അതെങ്ങനെയാ ഉണ്ടാവുക? ബോർഡിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂളാ. അനിയൊക്കെ പോകുന്നില്ലേ? ആ സ്കൂളിനേക്കാളും ഒരുപാട് വലിയ സ്കൂള്. അനി പറഞ്ഞിരുന്നില്ലേ ലഞ്ചിന് അവിടെ ബുഫേ ഒക്കെ ഉണ്ടായിരിക്കുമെന്ന്? ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, വൈകുന്നേരം ഈ നേരത്തൊക്കെ കുറേ ഭക്ഷണം ഉണ്ടാക്കും. നിനക്ക് ഈ ഡ്രോപ്പ്, പിക്കപ്പ് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പാവം മോള് തന്നെ പറ, എന്റെ രാമൻ നിന്നെ ഡ്രോപ്പും പിക്കപ്പും ചെയ്ത് എത്ര ടയേർഡായി കാണും അല്ലേ? അഥവാ നീ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അവര് തന്നെ നോക്കിക്കോളും. ഇവിടെ നിന്റെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരുന്നോളും. എന്താ? ആണോ? സിഹിമോളെ, വേറൊരു കാര്യം അറിയോ? സീക്രട്ട് ആരോടും പറയണ്ടേ. ആന്റിയും സിഹിമോളുടെ പ്രായത്തില് ബോർഡിംഗ് സ്കൂളിലാ പഠിച്ചത്. അവിടെ ചെന്നപ്പോ എനിക്ക് എന്തുമാത്രം ഫ്രണ്ട്സിനെ കിട്ടിയെന്നറിയോ? ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടാ ഇത്രമാത്രം സ്ട്രോങ് ആയത്. വലുതാവുമ്പോ സിഹിമോൾക്കും ആന്റിയുടെ പോലെ സ്ട്രോങ് ആവണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പോയിക്കോളാം. വെരി ഗുഡ്. അതാ എന്റെ ലിറ്റിൽ ഏഞ്ചൽ. സിഹി, ഇനി വേറൊരു കാര്യം. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയുന്ന സീക്രട്ട് ആയിരിക്കണം. ഈ ബോർഡിംഗ് സ്കൂളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർക്കുള്ളതാ. എല്ലാവർക്കും ഒന്നും പറ്റില്ല. അനിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ടേ, ഓക്കെ? മോളുടെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിഹിമോൾ എന്ത് ചെയ്യണം? ബോർഡിംഗ് സ്കൂളിലേക്ക് മാറണം. ഈ ആന്റിയുടെ പോലെ സിഹിമോളും സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ സിഹിമോൾ എന്ത് ചെയ്യണം? ബോർഡിംഗ് സ്കൂളിലേക്ക് പോകണം. വെരി ഗുഡ്. സൂരി, നമുക്ക് എന്തുകൊണ്ട് ഇതൊരു സർപ്രൈസ് ആക്കി വെച്ചൂടാ? അതെ സൂരി, നിങ്ങൾക്ക് ഇത് ചിലപ്പോ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ സീതയ്ക്ക് രാമന് ഇതൊരു വലിയ കാര്യമല്ലേ? അതുമല്ലാതെ അവിടെ വീട്ടില് ബാക്കിയുള്ളവർക്ക് ഇതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. ഞാനോ അതാ പറയുന്നേ. റാമിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യം ആരോടും അവൻ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? പിന്നല്ല, എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കാം. വരാം സൂരി, വരാം. ബൈ. എന്ത് സർപ്രൈസ് അത്? ഇതിപ്പോ നല്ല കഥ. സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാ അതെങ്ങനെ സർപ്രൈസ് ആവുക? അതൊന്നും എനിക്കറിയില്ല. ആ സർപ്രൈസ് നിനക്കറിയാമെങ്കിൽ അതെനിക്കും അറിയണം. വെറുതെ ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ സർപ്രൈസ് എന്താന്ന് പറ, ഞാൻ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നോ പറയാൻ പറ്റില്ല. യു വെയിറ്റ് ആൻഡ് വാച്ച്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണോ വേണ്ടയോ? ഹേയ്, ഇതെന്താ? കുഞ്ഞു ഈ സർപ്രൈസും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ഈ സർപ്രൈസ് എന്താണെന്ന് ആദ്യം പറ. അയ്യോ, ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കണ്ടോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഗുണ്ടായിസം കാണിക്കോ? ഒരു കാലത്ത് ഞാനൊരു ലേഡി ഡോൺ ആയിരുന്നു. ഈ പരമസാധുവിനെ കല്യാണം കഴിച്ച് ഞാനൊരു സാധുവായി പോയി. ഇപ്പൊ തൽക്കാലം ഫീൽഡിലില്ല. ഇപ്പൊ തനിക്ക് ആ സർപ്രൈസ് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? ശരി, പറഞ്ഞു തരാം. ബട്ട് നിന്നെ പേടിയുള്ളതുകൊണ്ടാ പറയുന്നതെന്ന് നീ കരുതണ്ട. യു ആർ മൈ പാർട്ട്ണർ ഇൻ ക്രൈം ആൻഡ് യു ആർ മൈ പാർട്ട്ണർ ഇൻ എവറിത്തിങ്. അതുകൊണ്ട് ഞാൻ പറയാം. പറ. സൂര്യ ഉണ്ടല്ലോ, സീതേനെ വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഓഫ് മെമ്പർ ആക്കി മാറ്റിയിട്ടുണ്ട്. സത്യാണോ? യെസ്. നീയോ അതെ, ആരോടും പറയാൻ നിൽക്കണ്ട. ഒന്നും അറിയാത്ത മൂഡിൽ അങ്ങ് നിന്നോ. Yes, deal. When 1 or 2
different words are combined to form a different individual word, and that is known as compound word. Got it? Yes, ma'am. For example, butter and fly are two different words. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നാൽ ബട്ടർഫ്ലൈ എന്നൊരു പുതിയ വേർഡ് ലഭിക്കും. ശരിയല്ലേ? Yes, ma'am. ഇതുപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ? Yes, ma'am. മൗന? Golden fish, goldfish. ഗുഡ്. Tooth and brush, toothbrush. വെരി ഗുഡ്. Honey plus cake, honey cake. ദാറ്റ്സ് റൈറ്റ്. സിഹി, ഇനി മോള് പറയേ. കോമ്പൗണ്ട് വേർഡ്സിന്റെ എക്സാമ്പിൾ പറയേ. അത് മിസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്താ നീ ആലോചിക്കുന്നേ? നിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ എവിടെയാ? കോമ്പൗണ്ട് വേർഡിന്റെ ഒരു എക്സാമ്പിൾ പോലും അറിയില്ലേ നിനക്ക്? ഹണിമൂൺ മിസ്. ദാറ്റ്സ് റൈറ്റ്, ബട്ട് ശരി, സിറ്റ്. ഇന്നലെ ഞാൻ സ്മൈലി പോയം നിങ്ങളോട് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ? എല്ലാവരും ബൈഹാർട്ട് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നേ? Yes, ma'am. Come on, sing. Let's all have a smile on the face. Sihi, why are you not singing? അത് മിസ്, ഇത് ഞാൻ ബൈഹാർട്ട് ചെയ്യാൻ മറന്നുപോയി. വന്ന് നീ ഇപ്പോ ക്ലാസ്സിലൊട്ട് ശ്രദ്ധിക്കുന്നതേ ഇല്ല. നാളെ ക്ലാസ്സിൽ കയറണമെങ്കിൽ ഈ പോയം നീ 5 times എഴുതിയിട്ട് വരണം. ഓക്കെ? സിറ്റ്. ഓക്കെ, കണ്ടിന്യൂ. ഹായ് 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 ഗുഡ് മോർണിംഗ് സർ. ഹായ് ഹായ് ഹായ്. ഏയ്, ഇപ്പൊ ഇത് വെറും സീതയല്ല, സീത മാം. വെൽക്കം സീത മാം. പ്ലീസ്. വെൽക്കം 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 മിസ്സിസ് സീത ശ്രീറാം ദേശായി. സീതമ്മ വരുന്ന കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ബൊക്കെയെങ്കിലും കാത്തു വെക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഒരുമിച്ച് ഫസ്റ്റ് ടൈം വരുന്നതല്ലേ, വെറും കൈയോടെ വെൽക്കം ചെയ്ത പോലെയായി. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതി എനിക്ക്, ബൊക്കെയൊന്നും വേണ്ട. ആക്ച്വലി ഞാൻ സീതയെ എത്ര മിസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അവളുടെ ലഞ്ച് ബോക്സ് മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാനും അതെ. സാർ നിങ്ങളെന്താ സാർ ഇങ്ങനെ പറയുന്നേ? സീതമ്മ ഇനി എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമല്ലോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ സാർ. പക്ഷെ എന്നെ അവിടെ ആരും ഒരു ജോലിയും ചെയ്യാനും സമ്മതിക്കില്ലെന്നേ. ഇവര് മിസ് ചെയ്യുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. ഡെഫിനറ്റ്ലി വീട്ടിൽ അവൾ എന്തുണ്ടാക്കിയാലും ഈ ഓഫീസിൽ വന്നിട്ട് ആ ലഞ്ച് ബോക്സ് തരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, സംതിങ് സ്പെഷ്യൽ. കറക്റ്റ്. സീത, ആക്ച്വലി നീ നിന്റെ ലഞ്ച് ബോക്സിനോട് വലിയൊരു താങ്ക്സ് പറയണം കേട്ടോ. എന്തിന്? നിങ്ങൾ രണ്ടുപേരും ഒന്നാക്കിയത് അതല്ലേ? സീത പറയ്, നോർമൽ എംപ്ലോയി ആയിട്ട് ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ, അതായിരുന്നു സുഖം? അതോ ബോസിന്റെ എംപ്ലോയി ആയിട്ട് ഓഫീസിലേക്ക് കാലെടുത്ത് വെച്ചല്ലോ, ഇതായിരുന്നു രസം തോന്നുന്നത്? രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത്രയും ദിവസം ഓഫീസിലേക്ക് വരാനൊന്നും പറ്റിയില്ലല്ലോ, അതെനിക്ക് ഒരുപാട് മിസ് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരെയും, എന്റെ ജോലി എനിക്ക് ഒരുപാട് മിസ്സായി. ഭാഗ്യം, വീട്ടിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാതെ നീ ഓഫീസിലേക്ക് വന്നല്ലോ. വെരി ഗുഡ്. മോറോവർ നിങ്ങൾ എല്ലാവരും സീത എവിടെ ചോദിച്ചല്ലേ, അതുകൊണ്ടാണ് ഇന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും ഹാപ്പി? ഓൾസോ ഗൈസ്, ഐ ഹാവ് 2 news for you. One is good news, another one is bad news. സിഹി, നീ എന്താ ഡള്ളായിരിക്കുന്നേ? ശ്രേയസ്, നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ബുദ്ധിമുട്ടാണോ? അയ്യോ, വലിയ ബുദ്ധിമുട്ടാ. എന്റെ അമ്മ എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കും. നീ ഇങ്ങനെ കുസൃതി കാണിച്ച നിന്നെ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞു. ബോർഡിംഗ് സ്കൂളോ? അയ്യോ, അവരെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കേ ഉള്ളൂ. അവരെ എവിടെയും കൊണ്ടുവിടില്ല. സത്യമായിട്ട് നിന്നെ അവര് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കില്ലേ? അയ്യോ, ബോർഡിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറെ ദൂരത്താ. ഞാനില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാകും. അതുകൊണ്ട് എവിടെയും കൊണ്ടാക്കില്ല എന്നെ. എന്ന് വെച്ചാ അച്ഛനും അമ്മ എന്നെ ഒരിക്കലും ബോർഡിംഗ് സ്കൂളിൽ ആക്കില്ലേ? പക്ഷെ ബഡ്ഡി ബംഗാരി അമ്മ ആന്റി എന്നോട് ബോർഡിംഗ് സ്കൂളിൽ നിൽക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? സാർ അത് എന്ത് ഗുഡ് ന്യൂസ് ആണ് സാർ? ബാഡ് ന്യൂസ് എന്താണെന്ന് പറയറോ? ഓക്കെ,
ദ ബാഡ് ന്യൂസ് ഈസ് ഇനി മുതൽ സീത ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്യില്ല. സാർ നിങ്ങളെന്താ സാർ ഇങ്ങനെ പറഞ്ഞേ? സീതാ മാം ഇനി മുതൽ ഇവിടെ എംപ്ലോയി അല്ലേ? ഓഫീസിലേക്കും വരില്ലേ? സീത മാം, ഇത് നിങ്ങളുടെ ഡിസിഷനാണോ? സർ, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ സീത മാമിനെ നിങ്ങൾ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല, അവൾക്ക് ഇഷ്ടമുള്ളപ്പം ഓഫീസിലേക്ക് വരാം പോകാം എന്നൊക്കെ. പക്ഷേ ഇനി അക്കൗണ്ട്സിൽ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞു. റാം എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ ഡിസൈഡ് ചെയ്തത് എന്തുകൊണ്ടാ? റാം, വെറും ബാഡ് ന്യൂസ് മാത്രം പറഞ്ഞാൽ എങ്ങനെയാ? ഗുഡ് ന്യൂസ് എന്താണെന്ന് കൂടെ പറ. എന്നിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം സന്തോഷിക്കണോ വേണ്ടിയോന്ന്. നോട്ട് ബാഡ് പ്രിയ. അശോകിന്റെ കൂടെ കൂടി നീ സ്മാർട്ട് ആയല്ലോ. ഐ നോ, പറ. Okay, so the good news is Sita will be appointed as new member of board of directors. I'm sorry Sita. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഇക്കാര്യം നിന്നോട് ഞാൻ പറയാഞ്ഞത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. But Ram, എനിക്കറിയാം ഇത്ര വലിയ പൊസിഷൻ എനിക്ക് എന്തിനാ, ഇതൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെയല്ലേ പറയാൻ വരുന്നത്. യു ഹാവ് ടു ആക്സെപ്റ്റ് ദിസ് പൊസിഷൻ. കം ഓൺ പ്ലീസ്. പ്ലീസ് ഒന്നും പറയേണ്ട കാര്യമില്ല, അവളെ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതെ സാർ, ഇത് വളരെ നല്ല ഡിസിഷനാ. വെൽക്കം ഓൺ ബോർഡ് സീത. കൺഗ്രാറ്റുലേഷൻ. സിഹിയുടെ സ്കൂളിലേക്ക് ബസ് ബുക്ക് ചെയ്തപ്പോ എന്നോട് അത്ര ദേഷിച്ചല്ലോ. അപ്പൊ ഈ കാണിച്ചത് ശരിയാണെന്ന് തോന്നോ? വീട്ടില് ചെറിയച്ഛന്മാരൊക്കെ ഉള്ളതല്ലേ, അവരുള്ളപ്പോ എനിക്ക് എന്തിനാ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി? എന്താന്ന് വെച്ചാ യു ആർ മൈ വൈഫ് സീത. യു ആർ ഗോയിങ് ടു ബിൽഡ് ഫ്യൂച്ചർ വിത്ത് മീ. മോർ ഓവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തോണ്ടിരുന്നത് നീയല്ലേ. നിന്നെക്കാട്ടിലും ആ പൊസിഷനിൽ ഇരിക്കാൻ സ്യൂട്ടായിട്ടുള്ള ആളെ കിട്ടിയില്ല, അതുകൊണ്ടാണ് നിന്റെ പേര് അനൗൺസ് ചെയ്ത്. ഇതൊന്നും വേണ്ടായിരുന്നു റാം, എനിക്ക് അവിടെ വെച്ചാണെങ്കിൽ ഒന്നും പറയാനും പറ്റിയില്ല. നീ എന്ത് പറഞ്ഞാലും തൽക്കാലം എനിക്കത് കേൾക്കണ്ട. സി, ഇപ്പോ ഞാൻ നിന്നെ എല്ലാ കാര്യത്തിലും ഫോഴ്സ് ചെയ്യാൻ വരില്ല, പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രം ഞാൻ ഫോഴ്സ് ചെയ്യും. എന്താന്ന് വെച്ചാ നീ എപ്പോഴും അവരുണ്ടാവില്ല ഇവരുണ്ടാവില്ല എന്ന് കരുതി ഒരിക്കലും മുൻപോട്ട് വരാനേ പോകുന്നില്ല. ഞാൻ നിന്റെ കൈ പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ബോർഡ് മെമ്പർ ആയെന്ന് വിചാരിച്ച് നീ എന്നോ ഓഫീസിലേക്ക് വരുമൊന്നും വേണ്ട. ഇതിലാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഇൻഫാക്ട് മുത്തശ്ശനോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചപ്പോ തന്നെ ഇനി നമ്മൾ എല്ലാ ദിവസവും കാണുമെന്ന് പറഞ്ഞ് എന്തുമാത്രം ഹാപ്പി ആണെന്നറിയോ? എന്നാലും ജസ്റ്റ് ഒന്ന് അമ്മയോട് ചോദിക്കായിരുന്നല്ലോ. സീത, ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയാകുന്ന മേമയായിരിക്കും, അറിയോ? ഓ, സിഹിയുടെ സ്കൂൾ വിടാൻ സമയമായി, പിക്ക് ചെയ്യണം. വാ വാ വാ, കം 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 കം, ലേറ്റ് ആക്കാതെ വാ. കൊണ്ടുപോകാൻ ആരാ വന്നത്? അമ്മയും അച്ഛനും. മിസ്, എന്റെ അച്ഛനും അമ്മ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്.